മോനെ മൊത്തം ചെളിയായല്ലോ, നോക്കിയേ. എന്താ അപ്പു ഇത്? ബേബി കുടിച്ചിട്ട് വാ. അതെ മാഷേ, ഞാൻ ആലോചിക്കുകയായിരുന്നു, കുറച്ച് സ്ഥലം വാങ്ങി ഇവിടെ കൂടിയാലോ എന്ന്. എന്ത് പറയുന്നു? ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് എങ്ങനെ തോന്നണേ, വെറുതെ ഫോർ ദ ഹെക്ക് ഓഫ് ഇറ്റ്. ഈ വീട് ഇഷ്ടമായോ? എന്താ മാഷ് വിൽക്കാൻ പോവാ? പിന്നല്ലാതെ, എനിക്കെന്തിനാ സ്ഥലമൊക്കെ? എന്റെ കാലം കഴിഞ്ഞാൽ അപ്പൂനെ താൻ നോക്കിയാ മതി. മാഷ് എന്താ ഒറ്റയ്ക്കായി പോയേ? ഒരു കമ്പനി വേണം തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നിയ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. യു മീൻ ലവ്, പ്രേമം? പിന്നെ പ്രേമിക്കാത്തവരാരാടോ ഉള്ളത്? അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. എന്തായാലും അതൊന്നും നടക്കാഞ്ഞ് നന്നായി എന്ന് ഇപ്പൊ തോന്നുക. വൈ? അതെന്താ മാഷ് അങ്ങനെ പറയണേ? മാഷേ, ടെൽ മീ, ഐ എം ക്യൂരിയസ്. അവൾക്കൊരു ഗൾഫുകാരനെ കിട്ടി. അവൾക്ക് അതൊക്കെയായിരുന്നു വലുത്. കല്യാണ തലേന്ന് അമ്മാവൻ വന്ന് പറഞ്ഞു, നീ കല്യാണത്തിന് വരണം, ഇല്ലെങ്കിൽ നാട്ടുകാർ തെറ്റിദ്ധരിക്കുന്നു. ഞാൻ പോയി. കല്യാണം കഴിഞ്ഞ് അമ്മാവൻ എന്നെ സമാധാനിപ്പിക്കാൻ വിളിച്ചോണ്ട് പോയി. പോയത് നേരെ കള്ള് ഷാപ്പിലേക്കാ. ആദ്യമായിട്ടാണ് ഞാൻ മദ്യം കഴിക്കുന്നത്. അന്ന് കുടിച്ച കള്ളിൻ്റെ കയ്പ്, അത്രയ്ക്കും കയ്പ് ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല. നാളെ തന്നെ ഈ വീട് തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പോകും. എന്തായി കുട്ടി, നിങ്ങളുടെ ജാതി മീറ്റിംഗും ഒക്കെ നടക്കണ്ട്. ജീവന്റെ ചങ്ങാതിക്ക് എപ്പോഴും ഉള്ള കാര്യേ പറയാവുള്ളൂ. നല്ല രസാ കുട്ടികളുടെ പ്രകൃത. ആൾക്ക് എല്ലാവരും തമാശ. ആളുകളൊന്നും അങ്ങനെ തമാശയായി കാണൊന്നുമില്ല, ശ്രദ്ധിച്ചോളൂ. എനിക്കറിയാം, ഇതിന് അത്രക്കാരനല്ല. എന്ന് വെച്ചാ മുത്തശ്ശി ഉദ്ദേശിക്കണ മാതിരി ഒന്നുമില്ല, വെറും കളി തമാശ, അതിലപ്പുറം ഒന്നുമില്ല. അപ്പൊ ജീവനോ? നല്ല പെരുമാറ്റ, ഡീസന്റ്. അല്ല, അവനും അതെന്നെ പറഞ്ഞ. എന്ത് നല്ല പെരുമാറ്റാന്ന്? ആരുടെ? ഒക്കെ വഴിയെ മനസ്സിലാവും. ഭയങ്കണ്ട, കുട്ടി അങ്ങോട്ട് ചെല്ലു, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. സൂക്ഷിച്ചു പോണോട്ടോ. ശരി മുത്തശ്ശി. ഗുരുവായൂരപ്പാ സ്വാമി രക്ഷിക്കണേ. അത് കൊള്ളാം. നീ ഉറങ്ങ. മുത്തശ്ശി എന്താ വൈകിയേ? ഞാൻ വൈകിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് തോന്നിയതാവും. നിനക്ക് എന്തേ തോന്നിയേ? ഒന്നുമില്ല മുത്തശ്ശി. ഒക്കെ നല്ലത് വരുത്തിക്കണേ. ഞാനേ അവളെ കണ്ടു. അമ്പട, നിനക്കറിയില്ലേ കളാ? നിന്റെ നല്ല പെരുമാറ്റാന്നാ അവള് പറഞ്ഞത്. ഡീസന്റ് അത്രേ. ജൂനിയർ സൂപ്പർ സ്റ്റാർ എങ്ങോട്ടാ? എന്താ വിശേഷം? ഓഹോ, വാ കേറ്, നമുക്ക് ഒന്നിച്ചു പോവാം. കേറടേ. അങ്ങനെ എത്തിപ്പോയി നിന്റെ വനിതേച്ചിയുടെ വീട്. മതിയടേ, മതി മതി. ആരൊക്കെ കൂട്ടുകാരനെ എവിടുന്ന് കിട്ടി അപ്പൂസേ? വാ വാ. വാ. എന്താ അത്ര വൈകിയേ? ഇറങ്ങണില്ലേ? ഞാൻ അപ്പൂന്റെ ഡ്രൈവറാ. ഡ്രൈവർ സദ്യ ഉണ്ടില്ലല്ലോ. ഓഹോ, അങ്ങനെ വലിയ സദ്യ ഒന്നുമില്ല. വരൂന്നേ, വാടാ. ഓക്കെ, എന്തായാലും ഇന്നത്തെ കാര്യം കുശാൽ. എന്താ 60-ആം പിറന്നാളാ? 2-3 കൂട്ടം പായസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അച്ഛാ, ഇതാണ് നിതിൻ, ജീവന്റെ ഫ്രണ്ടാ. എന്റെ ഫ്രണ്ടാ. ചുമ്മാ ഇവൾ എപ്പോഴും പറയും തന്നെ പറ്റി. ഇരിക്ക. താങ്ക്സ്. അയ്യോ, ഇങ്ങനെയല്ല, തിരിച്ച്. ഇതാ ഇങ്ങനെ. അമ്മേ, ബാംഗ്ലൂര് ജീവന്റെ കൂടെ. നിങ്ങൾ ഒരുമിച്ചാ? വേറൊരാളും കൂടി ഉണ്ട്.
ആ. ജീവന്റെ കൂടെ വർക്ക് ചെയ്യുന്നേ? അതെ അതെ അതെ, പേര് നിതിൻ. ദാ പായസം. Cheers for your പിറന്നാൾ. ഓ താങ്ക് യു. പായസം എങ്ങനെയുണ്ട്? സുബ്ഹാനല്ലാഹ്, വാഹ് ക്യാ ഖീർ ബനായ യാർ. സദ്യന്നൊന്നും പറയാൻ പറ്റില്ല. ദാ ഇവളുടെ വക ഓരോരോ പരീക്ഷണങ്ങള്. നാളെ വേറൊരു സ്ഥലത്ത് ചെന്ന് കയറാനുള്ളതല്ലേ, കൂട്ടാനൊന്നും ശരിയായിട്ടുണ്ടാവില്ല. ഏയ്, ആളെ കണ്ടറിയില്ലേ, കുക്കിംഗ് തന്നെ ബെസ്റ്റ് പണിയൊന്നു. എന്ത് ചൂടാടാ. ഓ, ഞാൻ മാഷിന്റെ അടുത്ത് പോയിരുന്നു. എന്നിട്ട് നീ അവിടെ വരാന്നല്ലേ പറഞ്ഞത്? ഈ സദ്യ ഉണ്ടാലേ വല്ലാതെ ഉഷ്ണിക്കും അല്ലേ? സദ്യ? ആ സദ്യ. സദ്യ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തര സദ്യ. മേക്ക് എ ഗസ്, എവിടെ നിന്നായിരിക്കും സദ്യ ഉണ്ടത്? നിർത്ത്, ഇത് കുറെ ആയി. നീ വീടും പറമ്പും വാങ്ങി. വാങ്ങിയത് നിനക്കറിയാം, പിന്നെ എന്തിനാ? ഏ വാട്ട് ഹാപ്പൻ, ക്യാ ഹുവാ? അപ്പോ നിനക്ക് ഇങ്ങനെ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉദ്ദേശങ്ങളോ? വെറുതെയാണ് നാട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞു, എനിക്ക് പറ്റിയ പെണ്ണിനെ കണ്ടുപിടിക്കാനാന്ന് പറഞ്ഞു, നമ്മൾ ഒരുമിച്ചുള്ള ഒടുവിലത്തെ യാത്രയായിരിക്കും എന്ന് വരെ പറഞ്ഞു അല്ലേ? എടാ, നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ എന്നെ സംശയിക്കുന്നേ? പലരും പലതും പറഞ്ഞു, എന്റെ അച്ഛനും അമ്മയും അടക്കം. അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. സ്റ്റോപ്പ് ഇറ്റ്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നീ അവിടുന്ന് സദ്യ ഉണ്ടത് അല്ലേ? അതെ, അവളുടെ പിറന്നാളായിരുന്നു. വിളിച്ചു, ഞാൻ പോയി. അതിനെന്താ ഇത്ര കുഴപ്പം? നിനക്ക് കുഴപ്പമൊന്നുമില്ല, കുഴപ്പം എപ്പോഴും എനിക്കാണല്ലോ. എടാ, ഞാനതിന് ജസ്റ്റ് ലീവ് മീ അലോൺ ഐ സേ. ശരി, ഓക്കെ, ഞാൻ നിന്നെ ഇവിടെ നിർബന്ധിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ ആയി. എങ്ങനെയൊക്കെ? സത്യം പറ, നീ എന്നെ ശരിക്കും സംശയിക്കുന്നില്ലേ? ഓൾ റൈറ്റ്, ഞാൻ പോയേക്കാം ഇപ്പൊ തന്നെ. ഓൾ റൈറ്റ്, ലെറ്റ് മീ ഗോ മൈ വേ. ഏയ്, എവിടേക്കാ? എനിക്ക് മാജിക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കാ? സോറി, മൈ മാജിക് ഈസ് ഓവർ. ടേക്ക് കെയർ. നിങ്ങൾ 6 പേരും അവിടെ തന്നെ ഉണ്ടാവണം. ശല്യക്കാരെ ഇവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇവര് സ്റ്റേജിലെ സദസ്സിലെയും കാര്യങ്ങൾ നോക്കിക്കോളും. ഒന്നിനും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. കൃത്യസമയത്ത് തന്നെ പരിപാടി തുടങ്ങണം. അല്ല, അതിപ്പോ എന്താ? ഏറ്റവും സാറിന്റെ ഗുണ്ടകള് ഫ്രണ്ട്സ് മൈ മെൻ. എന്താ അപ്പു, എന്ത് പറ്റി? ഞാൻ മരുതേച്ചനെ വിളിക്കാൻ പോവാ. എന്താ പറ്റി മാഷെ? നല്ല സുഖം തോന്നുന്നില്ല. നല്ലോണം വേർത്തിട്ടുണ്ടല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? അധികം സ്ട്രെയിൻ എടുക്കണ്ട, ഞാൻ ഒരു വണ്ടി വിളിച്ചിട്ട് വരാം. പ്രിയപ്പെട്ട നാട്ടുകാർക്കും വിദേശ സഹോദരി സഹോദരന്മാർക്കും നമ്മുടെ ഈ ഗ്രാമീണ കലാമേള ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഈ പരിപാടിയുടെ സംഘാടകൻ എന്ന നിലയിൽ എൻ്റെ വിനീതമായ കൂപ്പുകൈ. നമസ്കാരമാണോ? എന്നെ നോക്കി വായം പൊളിച്ചിക്കത് താനെ കസേര നിരത്തടോ. ഞാൻ ഈ പ്രസംഗം ഒന്ന് പഠിച്ചോട്ടെ. MD പുറപ്പെട്ടിട്ടുണ്ട്, ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിരിക്കുക, ഉടനെ എത്തും. വേഗം പോയി MD സ്വീകരിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. ഇനി ഇവിടെ വാദ്യക്കാരിവിടെ. മുരളി, നല്ലോണം ഊണ് കഴിച്ചല്ലോ അല്ലേ? സമയമൊക്കെ കഴിഞ്ഞോ? ഇപ്പൊ കഴിയും. വേഗം ആട്ടെ, MD പറഞ്ഞ സമയത്തിന് പരിപാടി തുടങ്ങണം. മുരളി, ഇവിടൊക്കെ ഒരു കണ്ണ് വേണം. മദാമെ നോക്കാനല്ല പറഞ്ഞ, വാഷളൻ. ഇതുവരെ നിരത്തി കഴിഞ്ഞില്ലേ? രംഗേക്കാരന്റെ പോലെ അല്ലല്ലോ ഇത്. കസേരക്കെ മുൻകൂർ കാശ് കൊടുക്കണം. അതൊക്കെ കൊടുക്കാം. MD സാർ വരട്ടെ. അല്ലടോ, ഇവിടെ ആരൊക്കെയാ വരാൻ പോണ സിനിമക്കാര്? അതൊക്കെ MD സാറിന്റെ ഏർപ്പാടാ. മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ വരുന്നെന്ന് കേട്ടു. പിന്നെ കാവ്യമാധവൻ വരില്ലേ? വരും. DP മാധവൻ വരും. അതാവുമ്പോ നല്ല ചേർച്ചയായിരിക്കും. തള്ള ചെല്ലേ, പോ ജോലി. മുടിയും കറുപ്പിച്ച് വന്നിരിക്കുക അന്വേഷണത്തിന്. പോ. ആടോ,
10-12 നല്ല കസേര ആ മുമ്പിലിട്. കളക്ടർ കുടുംബം വരുന്നെന്നാ MD പറഞ്ഞത്. ആ മൈക്കിന്റെ സൗണ്ടിന്റെ ഏമാന്മാർ എവിടെ പോയി? എന്താ ഭാര്യരെ, കമ്പനിക്കെതിരായിട്ട് ഒപ്പിട്ട് കൊടുത്തവരൊക്കെ ഈ വഴിക്ക്. എന്റെ കേളുജി എന്നെ തെറ്റിദ്ധരിക്കരുത്. അന്നാ മാഷ് പറഞ്ഞ ഒപ്പിട്ട് ഇപ്പൊ ഞങ്ങള് കമ്പനിക്കപ്പാ. എന്താ ഒരു പരിപാടി ആയാലോ? ഇപ്പോഴോ? MD വരുന്നു, പരിപാടി പിന്നെയാവാം. വാ, സമയം എന്താ നോക്കാം. നമസ്കാരം. എവിടെ? പരിപാടി അവിടെ സ്റ്റേജില്. ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് അർജന്റ് ആയിട്ട് സിംഗപ്പൂർ വരെ ഒന്ന് പോകണം. സന്തോഷം. എന്താണ്? 6th അവിടേക്ക്. That's why ശ്രീലങ്ക. അതെ, എന്നാണ്? Today, ഇന്ന്. ഇന്നോ? ഇന്ന്. അപ്പൊ ഈ പരിപാടി അത് പറയാനാണ് ഞാൻ അർജന്റ് ആയിട്ട് വന്നത്. നമുക്ക് ഈ പരിപാടി 1 മാസത്തേക്കൊന്ന് പോസ്റ്റ്പോൺ ചെയ്തു. എന്താ വെച്ചാ? 1 മാസത്തേക്കൊന്ന് മാറ്റി വെക്കേണ്ടി വരുമെന്ന്. അയ്യോ, അപ്പൊ ഇതൊക്കെ ഏതൊക്കെ? അവന്മാര് മൂക്കുപിട്ട ചാപ്പാട്ടടിച്ച് ചുട്ടിയും കുത്തി തുടങ്ങി. കുടുക്ക വീണ, മ്ലാന്തുണി, മ്ലാവുണി, പൂതപ്പാട്ട്, പുറാട്ട് നാടകം. നമ്മൾ നാട്ടുകാരെ പിരിച്ചിട്ടൊന്നുമില്ലല്ലോ. കലാപരിപാടി നടത്താൻ കമ്പനി തീരുമാനിച്ചു. ഇപ്പൊ മാറ്റി വെക്കാൻ തീരുമാനിച്ചു. That's all. ഹലോ, Yeah. സാറൊന്ന് എൻ്റെ കൂടെ വരണം. For what? സാറിനെ ഒന്ന് കാണാനാ ഞാൻ വന്നത്. Okay. Then come to my office. ഓഫീസൊന്നും വേണ്ട, വണ്ടി കയറാം. Hey, come on. What is this? You are misbehaving. Do you know who I am? I'll contact your minister. മിനിസ്റ്റർമാരെയൊക്കെ ഞാൻ കാണിച്ചു തരാടാ. നീ ജീപ്പിലോട്ട് For കയറാം. what? കേരള ജീപ്പിലോ? See, Kalaji, I think this fellow is mad. Do you have warrant with you? തല്ലിക്കൊല്ലരുത്. സാർ ഉദ്ദേശിച്ച ആളാണ് MD ആണ്, ശങ്കുവേല. താനും കയറോ ജീപ്പിലോ? കയറോ. എന്താ മാഷെ പറ്റി? ഈശ്വരാ, മാഷെ, പതുക്കെ, മാഷെ. ഇയാളെ മനസ്സിലായോ? സെൻ ഗുവേര. എന്നെ വിളിച്ചോ സാർ? പൂനെയിൽ ചിട്ടി ബിസിനസ്, അഹമ്മദാബാദിൽ മണി ചെയിൻ, ഇവിടെ റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി ചേർന്ന് വൻ തട്ടിപ്പിന് പദ്ധതിയിട്ടതാ. തക്ക സമയത്ത് കുറുപ്പ് മാഷിന്റെ റെപ്രസെന്റേഷൻ അതോറിറ്റീസിന് കിട്ടി. ഇവൻ ഇത്തരക്കാരനാണെന്ന് എനിക്കറിയില്ല സാറേ. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാ. ഭരതമുനിയാണ് സത്യം. എഴുന്നേറ്റോട്ടെ. ശരി, ഇപ്പൊ പൊയ്ക്കോ. വിളിപ്പിക്കുമ്പോ വരണം. മുങ്ങിയാലുണ്ടല്ലോ. ചവിട്ടി തിരുമിയ ദേഹ ശേഷപത്യത്തില. കേളിജി, നിന്റെ അമ്മായിയപ്പൻ. മോങ്ങാതെ അടങ്ങി നീ കിടക്കടാ.